ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫാമിലി ഔട്ടിംഗ് ആണ്. ഞങ്ങൾ യുഎയിലത്തെ നല്ല തണുത്ത കാലാവസ്ഥയിൽ ഒരു BBQ പാർട്ടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അജ്മാനിലാണ് വന്നിരിക്കുന്നത്. കുറേ ഞങ്ങൾ ഫാമിലി കുടുംബ സമേതല്ലേ. ഇത് എൻ്റെ ഇളാമയാണ്, ഇതെൻ്റെ ഇളാമയാണ്, അതെൻ്റെ അനിയത്തിയാണ്, അത് അനിയനാണ്. ഇനിയും കുറേ ആൾക്കാരെ കാണിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ചെറിയൊരാളുണ്ട് കൂടെ. എല്ലാവരും കൂടി ഞങ്ങൾ BBQ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അജ്മാനിലാണുള്ളത്. ഇത് വന്ന് ഞങ്ങളിവിടെ എന്താ പറയുക, ചെക്കന്മാരെ കളിപ്പിക്കല്ലേ അമ്മി വാടെ 1 minute. ഓക്കെ. അപ്പോൾ അജ്മാനിൽ നമ്മൾ ബോഡോലാൻഡ് എന്താണ് ബാഡോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു കൈമ ടെൻ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഫാമിലി ആയിട്ട് എല്ലാരും വന്നു. ഞങ്ങളിന്ന് BBQ പാർട്ടിയാണ്. വൈറലാവാൻ പോയി. ഇത് എളാമ, ഇതിന്റെ എളാമ, അതെന്റെ അനിയത്തി. എന്നെ പിന്നെ അറിയാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കുറെ ആൾക്കാരുണ്ട്. ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചോളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ ടെൻ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയാം. അതായത് അജ്മാനിലുള്ള സൗദി ജർമ്മൻ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ലൊക്കേഷനുള്ളത്. ഇവരെന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണം, കാരണം അവർ അവിടുന്ന് എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ്. അതായത് ഞാൻ വീഡിയോയിൽ ചിരിക്കുന്നത്. അപ്പോൾ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്. മുന്നേ കുറേ വർഷം മുന്നേ നമ്മളിവിടെ ഒന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ നമ്മുടെ നിലമൊക്കെ കുഴിച്ചിട്ട കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി വന്ന് ഇപ്പോൾ ഒരു ടെൻ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 12 മണിക്കൂറിനാണ് ഈ ടെൻ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടോയ്ലറ്റും നമുക്കായിട്ടൊരു വെയിൽ കിട്ടിയ പോലെ ടെൻ്റ് കൊണ്ട് അത് നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചത്. നമുക്ക് ടെൻറ്റിലോട്ട് കയറാം. അപ്പം നമ്മുടെ പിന്നെ ടെൻറ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയൊക്കെ പാർക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് ഇതുപോലത്തെ ടെൻറ്റുകളുണ്ട്. അപ്പം നല്ല സൗകര്യമുണ്ട് കേട്ടോ. അതായത് എത്ര ആളുകൾ 10, 30, 20 എത്ര ആളുകൾ എന്നാലും ഇതിനുള്ള സൗകര്യമുണ്ട്. എക്സ്ട്രാ ചെയറൊക്കെ നിങ്ങൾ കൊടുന്നാൽ മതി. നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം, ഫുഡ് പുറത്തുനിന്ന് പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല സൗകര്യമാണ്. പൊരിക്കാനല്ലേ, ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ ഏരിയ മൊത്തം നടന്ന് കാണാനുള്ള രീതിയിൽ പുറത്തിറങ്ങി നടക്കുകയാണ്. കുട്ടികളൊക്കെ കൂട്ടിയിട്ട്. ശരിക്കും മണലുള്ള ഏരിയയാണ് ഇത് മൊത്തം. അല്ല, ഉറച്ച മണ്ണൊന്നുമല്ല. പിന്നെ പുറത്ത് കടകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചന്തയിലൊക്കെ പോയപ്പോൾ കുഞ്ഞു കടകളുണ്ട്. അവിടെ ഫുഡും സ്നാക്സും ലുക്കൈമാത്തും ജ്യൂസും ചായയും എല്ലാം കിട്ടും. കുറേ ഷോപ്സിന്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോണൊക്കെ ഇങ്ങനെ വേവിച്ച് തരുന്നതും അങ്ങനെയൊക്കെ അറബിക് ഫുഡ്സ് ധാരാളം, കാവ്യം ചായ എല്ലാണ്ട്. പിന്നെ ഇതൊരു പ്രോഗ്രാംസ് നടക്കുന്ന അതിൻ്റെ സെൻറ്ററിൽ, ഈ ടെൻറ്റുകളുടെ ബാക്കിൻ്റെ സെൻറ്ററിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നമ്മുടെ അയാല ഡാൻസ് ഇല്ലേ, അറബ് മെന്നിൻ്റെ ഡാൻസ് അതവിടെ ഉണ്ട്. പിന്നെ അതവരിങ്ങനെ കളിക്കുന്നതിൻ്റെ ടൈം ടു ടൈമായിട്ട് അവർ കളിക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു നിൽക്കണം. ഒരുപാട് അറബ്സ്, ഒരുപാട് നാഷണാലിറ്റീസ് ഇവിടെ വന്ന് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഡാൻസൊക്കെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ട് 6 മണിക്ക് എത്തി. ആക്ച്വലി ഒരു 8-9 മണിയായപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറച്ച് മൃഗങ്ങളും, ഫാം പോലെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് രസം. ആക്ച്വലി ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് രാത്രി തന്നെയാണ്. പകൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേനും 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഈ ഏരിയ മൊത്തം ഗ്രില്ലിങ്ങിൻ്റെ ആളുകൾ വന്നിട്ട് ഫുള്ളാവും. ടെൻ്റ് എടുത്തിട്ട് ചെയ്യാം. ടെൻ്റ് എടുക്കാതെ നമുക്ക് വെളിയിൽ വെറുതെ ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് ഗ്രില്ലിങ് ചെയ്യുന്ന പോലെ ടെൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത്ര മണിക്കൂറിന് ടെൻ്റാണ്. അല്ല, ടെൻ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിയിലിരുന്ന് ചെയ്യാം. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഒരുപാട് തിരക്കുണ്ട്. ഇപ്പോൾ കുറേ ഫാം അനിമൽസ്. പിന്നെ ഇവിടെ പിന്നെ ഇതില്ലേ, സ്ക്വാഡ് ബൈക്കില്ലേ, ബൈക്ക് റൈഡിങ്, ആ സംഭവങ്ങളുണ്ട്. അത് ഒരു മണിക്കൂറിന് 60 ദിറംസോ മറ്റാണ്. പെർ പേഴ്സണ് 60 ദിറംസ്. പിന്നെ കിഡ്സിന് കളിക്കാനുള്ള പ്ലേ ഏരിയ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടെ രാത്രി 3 മണി വരെ ലൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് ഓഫ് ആകും. പിന്നെ നിറച്ച് ഇപ്പോൾ അത്യാവശ്യം വണ്ടികളുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതൊന്നല്ല അവസ്ഥ, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 6 മണിക്ക് എത്തിയിട്ട് പിന്നെ 3 മണിയായിട്ട് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഏരിയ മൊത്തം ലൈറ്റ് ഓഫ് ആക്കും. അപ്പോൾ ഫുൾ ഇരുട്ടാവും. അപ്പോൾ എന്നിട്ടും പോവാത്ത ടീംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ടെൻറ്റിലല്ലാതെ പുറത്ത് നിൽക്കുന്നവരൊക്കെ 3 മണിയായിട്ടും പുലർച്ചെ 3 മണിയായിട്ടും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ നല്ല തിരക്കായി തുടങ്ങി. ആളുകൾ കടയിലൊക്കെ നല്ല ആയി തുടങ്ങി. എന്താ പറയുക, കാവ മേടിക്കാനും ചിപ്സ് മേടിക്കാനും കുട്ടികൾക്ക് ആവശ്യമുള്ള ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ബാത്റൂം സൗകര്യം ഉണ്ട്, പക്ഷേ അത്ര തന്നെ വൃത്തിയുണ്ടെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഓപ്പോസിറ്റായിട്ടൊരു ഇനോക്കിൻ്റെ പമ്പും പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ എമറാത്തിൻ്റെ പമ്പും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പമ്പിൽ കയറിയിട്ടാണ് ടോയ്ലറ്റ് പോയിട്ടുണ്ടായത്. പിന്നെ അവിടെ തന്നെ KFC മക്ഡൊണാൾഡൊക്കെ ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ്. സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ ഏരിയയുടെ ഓപ്പോസിറ്റായിട്ട് KFC മക്ഡൊണാൾഡ് 2 പമ്പുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പമ്പിൽ നമ്മൾ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഡ്രൈവ് ചെയ്തിട്ട് പമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഈ ചെറിയ ഷോപ്പിൽ തന്നെ നമുക്ക് ഈ വിറക് കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുള്ളിലൊക്കെ കയറിയപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഏകദേശമായി, ചിക്കനൊക്കെ കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഗ്രില്ലിങ്ങും പാർട്ടിയും അത് സംഭവം നല്ലൊരു വൈബാണ്. കുറേ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മോൾസിൽ കുറേ കറങ്ങി എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ വിൻ്റർ സീസണിൽ ഏറ്റവും നല്ലത് പുറത്ത് പോയിട്ട് കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ, പിന്നെ ഓൾവേസ് ഫാമിലി മീറ്റപ്പ് എപ്പോഴും നല്ല വൈബാണല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു. 2-3 ഫാമിലിയൊക്കെ ആയിട്ട് ബ്രദേഴ്സും, ഓൾറെഡി എനിക്ക് 2 ബ്രദേഴ്സ് ഇവിടെ ഉണ്ട്, പിന്നെ എൻ്റെ ഇളാമാരുണ്ട് ഇവിടെ, അവരുടെ കുട്ടികൾ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു 4 മണി മുതൽ പ്രിപ്പറേഷൻസ് തുടങ്ങി. ഒരു 6 മണി അവിടെ എത്തിയിട്ട് ഈ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ ആദ്യം ഞങ്ങൾ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഗ്രില്ല് ചെയ്യാൻ വരുമ്പോൾ ഫ്രീ ആയിരുന്നു അങ്ങോട്ട് കടക്കാനൊക്കെ, ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പം നിലം മുഴുവൻ കുഴിച്ചിട്ട കാരണം കുറേ കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ ആണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബാഡോ ലാൻഡിൽ നിന്ന് ഗൂഗിളിൽ ബാഡോ ലാൻഡിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടിട്ട് അവിടെ ഒരു ബോർഡ് കാണാം, ബാഡോ ലാൻഡിൽ ഒരു ബോർഡ് കാണാം. ആ ബോർഡ് കണക്കാക്കിയിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് പിന്നെ ഒരു കുന്നിന് താഴോട്ട് ഇറങ്ങണം, അങ്ങനെയൊക്കെ വേണം. അപ്പോൾ വലിയ വണ്ടികളാണെങ്കിൽ സൂപ്പറായിട്ട് വരും, ചെറിയ വണ്ടികളും പതിയെ എടുത്ത് വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ടെൻറ്റ് എടുക്കുന്നതിന് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. ടെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്നിട്ട് BBQ പാർട്ടിയൊക്കെ ചെയ്തിട്ട് പോകാം. നല്ല രസമായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ട്രിപ്പ് ചിക്കനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. നല്ല രസമായിരുന്നു. പിന്നെ കുറേ തമാശകളും ഇതൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ എപ്പോഴും ഫ്ലാറ്റ് ജീവിതമുള്ളവർക്ക് ഇങ്ങനെ ഈ ഗെറ്റ് ടുഗദേഴ്സ് നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. കുട്ടികൾക്കും ആണെങ്കിലും അതെ, നമ്മുടെ കുടുംബക്കാരും ആളുകളോട് സംസാരിക്കാനും ഉള്ള മടിയും കാര്യങ്ങളൊക്കെ മാറും. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. എപ്പോഴും ഈ സോഷ്യലായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. എന്താ പറയുക, അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി, ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഷാർജയിൽ നിന്ന് വരുമ്പോൾ അജ്മാൻ റോഡൊക്കെ എടുത്ത് ശരിക്കും എനിക്ക് വഴി പറയാൻ അറിയില്ല, പക്ഷേ ഈ നിങ്ങൾക്ക് സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തും. പിന്നെ അപ്പോൾ അവിടെ ബാഡോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം റോഡ് സൈഡിൽ തന്നെ, ചെറിയൊരു ബോർഡാണ്, അത്ര വിസിബിളൊന്നല്ല. ആ ബാഡോ ലാൻഡിൻ്റെ ബോർഡിൽ നിന്ന് ഡയറക്ഷൻ എടുത്ത് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഏരിയയിലെത്തും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിന് അവർ പല റേറ്റ് പറയുന്നുണ്ട്. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചിട്ട് നിങ്ങൾക്ക് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേറ്റ് കൂട്ടിയിട്ട് പറയുന്നുണ്ടാകും. അല്ല ടെൻറ്റ് ഒഴിവെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ് തരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നല്ലോണം ബാർഗെയിൻ ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ടെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കായിട്ടൊരു ഫെൻസിങ് ഉള്ള. അപ്പോൾ അതുകൊണ്ട് വേറെ ആരും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമെന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഗ്രില്ലിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ നടുവിൽ തീയൊക്കെ കത്തിച്ചിട്ട് എന്താ പറയുക അന്താക്ഷരിയൊക്കെ കളിക്കുക. ഏകദേശം ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അഴകയാ